കുറച്ച് സുന്ദരികളെ പരിചയപ്പെടാം. റെഡിയാണോ? യെസ്. അപ്പൊ നോക്കാം നമുക്ക് മിസ് യൂണിവേഴ്സ്. ആദ്യം നമുക്ക് ആളെ കാണാം. യെസ്, മിസ് യൂണിവേഴ്സ് ആരായത്? ആളാരാ? 2023 72ാമത് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ഷെന്നിസ് പലാസിയോസ് കേട്ടോ. അപ്പൊ പാലാക്കാരിയാണ് മിസ് യൂണിവേഴ്സ് എന്ന് ഓർത്താ മതി. ബാക്കി ഓപ്ഷനകത്ത് നിന്ന് കിട്ടണം. ഷെന്നിസ് പാലാസിയോസ്. പാലായിലുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? അപ്പൊ മിസ് യൂണിവേഴ്സ് പാലാക്കാരിയാണ്. നിക്കരാഗ്വയാണ് എസ് എന്നുള്ളത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യാ, ഞാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങൾ തന്നെ സങ്കല്പിച്ചോളാം. നിക്കരാഗ്വേ പാലാക്കാരിയാണ് എന്ന് ഓർത്തു വെക്കാം. പ്രായപരിധി നീക്കിയ ശേഷമുള്ള ആദ്യത്തെ മിസ് യൂണിവേഴ്സ് മത്സരമായിരുന്നു 72ാമത്തെ മിസ് യൂണിവേഴ്സ് 2023. നിക്കരാഗ്വേ അല്ലെ? ഇതിനേക്കാൾ എത്ര സുന്ദരികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലെ? ഈ ക്ലാസ് കേൾക്കുന്ന എത്ര സുന്ദരികളുണ്ട്, സുന്ദരന്മാരുണ്ട്? നമുക്കൊരു മത്സരം ഇല്ലടേ അല്ലെ? യെസ്. അപ്പൊ ഇവിടെ ആരാണ്? ഇവിടെ പാലാസിയോസ് എന്ന് പഠിച്ചു വെക്കാം. നിക്കരാഗ്വക്കാരിയാണ് മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത്. പ്രായപരിധി നീക്കിയ ശേഷമുള്ള ആദ്യത്തെ മിസ് യൂണിവേഴ്സ് മത്സരമായിരുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് പാവത്തിനൊന്നും കിട്ടിയില്ല. നല്ലോണം ശ്രദ്ധിച്ചാണ് മത്സരിച്ചത്, പക്ഷെ ഒന്നും കിട്ടിയില്ല. ശ്വേത ഷെർദ എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ. പാകിസ്ഥാൻ എന്നുള്ള ആദ്യത്തെ മിസ് യൂണിവേഴ്സ് മത്സരാർത്ഥി, പാകിസ്ഥാനിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ വരുന്നത്, എറിക്ക റൂബിൻ. പാകിസ്ഥാനിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ എന്താണ് മതത്തിന്റെ പേരിൽ പല എറിയലുകളും കല്ലേറുകളും ഒക്കെ സഹിച്ചേക്കാം, പക്ഷെ ആള് പങ്കെടുത്തു കേട്ടോ. എറിക്ക റൂബിനാണ് പാകിസ്ഥാനിൽ നിന്ന് ആദ്യമായിട്ട് മത്സരിച്ചത്. ഇന്ത്യക്കാരി നന്നായിട്ട് ശ്രദ്ധിച്ചാണ് മത്സരിച്ചത്, പക്ഷെ ഒന്നും കിട്ടിയില്ല. കിട്ടിയത് പാലാക്കാരിക്കാണ് എന്ന് ഓർത്തു വെക്കാം കേട്ടോ. മിസ് യൂണിവേഴ്സ് ഷെന്നിസ് പാലാസിയോസ് എന്ന് പഠിച്ചു വെക്കാം. നിക്കരാഗ്വേ. ഇന്ത്യയെ പ്രതിനിധീകരിച്ചെത്തിയത് ശ്വേത ഷെർദ. പാകിസ്ഥാൻ എന്നുള്ള ആദ്യത്തെ മിസ് യൂണിവേഴ്സ് മത്സരാർത്ഥിയാണ് കേട്ടോ, വിജയിച്ചതല്ല, മത്സരാർത്ഥിയാണ് എറിക്ക റൂബിൻ എന്നും ഓർത്ത് വെക്കാം. അപ്പൊ മിസ് യൂണിവേഴ്സ് ഓക്കെ അല്ലേ മിസ്? നെക്സ്റ്റ് 2022 മിസ് യൂണിവേഴ്സ് വായിച്ചു പോയാൽ മതി. ആർബോണി ഗബ്രിയേൽ. യെസ്, എന്താ ഇത്ര ഗൗരവം അല്ലെ? ആർബോണി ഗബ്രിയേൽ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ദിവിത റായ് 22. യെസ്, അത്ര ഇമ്പോർട്ടന്റ് അല്ല, കാരണം 24 ആയല്ലോ, എന്നാലും ഒന്ന് നോക്കി പോവാ. ആർബോണി ഗബ്രിയേൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചെത്തിയത്. ദിവിത റായ് 23 ഇന്ത്യയെ പ്രതിനിധീകരിച്ചെത്തിയത്, വളരെ ശ്രദ്ധിച്ചായിരുന്നു എത്തിയത്, ശ്വേത ഷെർദ എന്നും പഠിച്ചു. ഓക്കെ ഓക്കെ അല്ലേ? സെറ്റല്ലേ? അങ്ങനെ ഇനി ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ മിസ് യൂണിവേഴ്സ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 94 സുസ്മിത സെൻ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ മിസ് യൂണിവേഴ്സ് ആയത് കേട്ടോ. ഇവിടെ മിസ് യൂണിവേഴ്സ് പട്ടമൊന്നും കിട്ടിയിട്ടില്ല. ഈ കുട്ടി പട്ടം കൊണ്ടുപോയി. നമ്മൾ എന്താണ് ഇവിടെ ജസ്റ്റ് അതിന്റെ ചരിത്രം ഒന്ന് പറയാണ് കേട്ടോ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ മിസ് യൂണിവേഴ്സ് സുസ്മിത സെൻ ആയിരുന്നു 1994. മിസ് യൂണിവേഴ്സ് ആയ രണ്ടാമത്തെ ഇന്ത്യക്കാരി ലാറ ദത്ത 2000. മിസ് യൂണിവേഴ്സ് ആയ മൂന്നാമത്തെ ഇന്ത്യക്കാരി ഹർനാസ് സന്ധു 2023. ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. യെസ് ഓക്കെ. 2021 എന്താണ് 21 വർഷങ്ങൾക്ക് ശേഷം മിസ് യൂണിവേഴ്സ് ആയ ഇന്ത്യക്കാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹർനാസ് സന്ധു എന്നും നോട്ട് ചെയ്തു കേട്ടോ. ഹർനാസ് കൗർ സന്ധു. ഓക്കെ. യെസ്, അതിന്റെ ഒരു വീഡിയോ ക്ലാസ്സിൽ കഴിഞ്ഞതിന് ശേഷം ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. അപ്പോ ഈ വർഷത്തെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 2023 ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്വേത ഷെർദ എന്ന് പഠിച്ചു വെക്കാം. കഴിഞ്ഞ വർഷം 22 ദിവിത റായ് ആണെന്ന് പഠിച്ചു വെക്കാം. അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഇന്ത്യ ആദ്യമായിട്ട് ഒരു മിസ് യൂണിവേഴ്സ് പട്ടം കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുസ്മിത സെന്നിനാണ് പഠിച്ചു വെക്കാം 94. യെസ്, ഇനി 2000 കിട്ടിയില്ല. ലാറ ദത്ത ഇന്ത്യക്കാരിയാണ്. 2021 പിന്നെ അത്രയും വർഷങ്ങൾക്ക് ശേഷം 2021 കിട്ടി ഹർനാസ് കൗർ സന്ധു എന്നും നോട്ട് ചെയ്തു.
ഓക്കെ ആണല്ലോ പോയിന്റുകൾ? സെറ്റല്ലേ? സെറ്റല്ലേ? യെസ്. ഇനി മിസ് വേൾഡ്. ഇപ്പൊ മിസ് യൂണിവേഴ്സ് ആണ് പറഞ്ഞത് കേട്ടോ. ഇനി മിസ് വേൾഡ്. ഓക്കെ, മിസ് വേൾഡ് 2021 മിസ് വേൾഡ് മത്സരം ലാസ്റ്റ് നടന്നത്. വിജയിച്ചത് കരോലീന ബിലാവസ്ക. അപ്പൊ ലോകസുന്ദരി മത്സരത്തിന് പോയിട്ട് 1ാം സ്ഥാനം കിട്ടിയപ്പോ ആള് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഓക്കെ, ലോകസുന്ദരി ആയപ്പോ കരോലിന ബിലാവസ്ക, പോളണ്ടുകാരി എന്നോട് ചെയ്തു കേട്ടോ. റണ്ണറപ്പായ ഇന്ത്യൻ വംശജ, യുഎസിനെ പ്രതിനിധാനം ചെയ്തതാണ്, പക്ഷെ ഇന്ത്യൻ വംശജയാണ്, ശ്രീസേനി. മിസ് വേൾഡ് അമേരിക്കക്കായി, മിസ് വേൾഡിൽ അമേരിക്കക്കായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് കേട്ടോ. അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമേരിക്ക. ഇതൊക്കെ എന്താ പറയാ, ഒരു ട്രോഫി കിട്ടുമ്പോ ആ ഫയൽമാൻ ജയിച്ചേ ഞങ്ങളോട് കളിക്കാൻ ആരുണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. ഇന്ത്യ ആയിട്ട് ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷൻ കിട്ടുമ്പോഴായിരിക്കും ചിലപ്പോ ഇന്ത്യൻ വംശജ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അറിഞ്ഞൂടാ കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അപ്പൊ റണ്ണറപ്പായ നമ്മുടെ ഇയാളെ പറഞ്ഞ പോലെ രജിൻ രവീന്ദ്രയുടെ വാർത്ത വന്ന പോലെ അല്ലെ, രജിൻ രവീന്ദ്രയുടെ കാര്യം പറഞ്ഞ പോലെ ഒന്നും അല്ല ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. ഇന്ത്യൻ വംശജ ശ്രീസേനി റണ്ണറപ്പായി കേട്ടോ, റണ്ണറപ്പായി എന്ന് പഠിച്ചു നോക്കാം. അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് മത്സരിച്ചത്, റണ്ണറപ്പാണ് ആയത്. ലോകസുന്ദരി പട്ടം കരോലിന ബിലാവസ്ക. സെക്കൻഡ് റണ്ണറപ്പ് ഒലിവിയ യാസ്, ഐവറി കോസ്റ്റ്. അതൊന്നും വേണമെന്നില്ല കേട്ടോ. റണ്ണറപ്പ് ഇന്ത്യൻ വംശജയായതുകൊണ്ട് വേണമെങ്കിൽ പഠിച്ചു നോക്കാം. സെക്കൻഡ് റണ്ണറപ്പ് ഒന്ന് മനസ്സിൽ കയറ്റണ്ട. മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് മാനസ വാരണാസി. മാനസ വാരണാസി. അപ്പൊ മിസ് യൂണിവേഴ്സ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പാലക്കാരിക്കല്ലേ കിട്ടിയത്? ഇന്ത്യയെ പ്രതിനിധീകരിച്ചതാരാ? ശ്രദ്ധിച്ചല്ലേ? ശ്വേതാ ശർദ. പാകിസ്ഥാനിൽ നിന്നുള്ള ആദ്യത്തെ മത്സരാർത്ഥി എറിക്കല്ലേ? കിട്ടുന്നുണ്ടോ? ലോകസുന്ദരിപ്പട്ടം 21 കഴിഞ്ഞ കേട്ടോ, 22, 23 നടന്നിട്ടില്ല. ലോകസുന്ദരിപ്പട്ടം ലാസ്റ്റ് കിട്ടിയത് കരോലിന. ആള് ലോകസുന്ദരി ആയപ്പോ കരച്ചിലോട് കരച്ചിലാണ്, സന്തോഷം കൊണ്ട് കേട്ടോ. കരോലിന ബിലാവസ്ക എന്ന് പഠിച്ചു നോക്കാം. റണ്ണറപ്പ് ശ്രീസേനി. ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് മാനസ വാരണാസി എന്നും നോട്ട് ചെയ്ത് നോക്കാം. മാനസ വാരണാസി. യെസ്, ഇതാണ് ലോകസുന്ദരി കേട്ടോ. യെസ്, മിസ് യൂണിവേഴ്സ് ആണോ ലോകസുന്ദരിയാണോ നല്ലത്? മീൻസ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളാണ് ചെയ്തെങ്കിൽ പിന്നെ മാർക്കിടുന്ന ആളെങ്കിൽ നിങ്ങൾ ആർക്ക് കൊടുക്കും? അപ്പോ ഏതാണ്? കരോലിന ബിലാവസ്കയാണ് ലോകസുന്ദരി പട്ടം ലഭിച്ചത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാം കേട്ടോ. യെസ്, അപ്പൊ അതങ്ങനെ. ഇനി മിസ് എർത്തും കൂടി. മിസ് എർത്ത് ലോകസുന്ദരിക്കാണ് എല്ലാവരുടെയും മാർക്ക് അല്ലെ? യെസ്, പാവ നിക്കരാഗ്വക്കാരി, പാലാക്കാരി. അപ്പൊ ലോകസുന്ദരി അങ്ങനെ. ഇനി മിസ് എർത്ത് നോക്കുമ്പോൾ 2022 മിസ് എർത്ത് ലാസ്റ്റ് വന്നിട്ടുള്ളത്. മിനാ സു ചോയ്, സൗത്ത് കൊറിയക്കാരിയായ മിനാ സു ചോയ് ആണ് എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. മിസ് എർത്ത്. ഓക്കെ, യെസ്, മിസ് എർത്ത് 2020 കിട്ടിയത് ആർക്കാണ്? ഒരു മിനയ്ക്കാണ് എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. മിനയാണ് എന്ന് പഠിച്ചു നോക്കാം. മിന സൗചോ. മിസ് എർത്ത് 2021 ഡെസ്റ്റിനി വേഗർ. ഓക്കെ, ബെലൈസ് എന്ന് പറയുന്ന രാജ്യക്കാരിയാണ്. യെസ്, ഡെസ്റ്റിനി വേഗ്നറിനാണ് കിട്ടിയത് എന്ന് പഠിച്ചു നോക്കാം കേട്ടോ. യെസ്, ഓക്കെ, യെസ്, അതങ്ങനെ. അപ്പോ മിസ് എർത്ത് ആണ്. മിസ് എർത്ത് ആണ്. മിസ് യൂണിവേഴ്സ് നമ്മൾ പഠിച്ചു, പാലാക്കാരിയാണ്. മിസ് പിന്നെ വേൾഡ് ആണെങ്കിൽ 2021 കരോലിന ബിലോസ്ക. മിസ് എർത്ത് ആണെങ്കിൽ മിന സോച്ചു. ആൻഡ് മിസ് എർത്ത് 2021 ഡെസ്റ്റിനി വാഗ്നർ എന്നും നോട്ട് ചെയ്ത് കേട്ടോ. 22, 23 വന്നത്. മീനും വാഗനറും കേട്ടോ. മീൻ വാങ്ങി വാഗനറിൽ പോയി 22, 21. ഓക്കെ, ഭൂമിയിൽ നിന്ന് മീൻ വാങ്ങി വാഗനറിൽ പോയിട്ട് എർത്ത്, മിസ് എർത്ത് സമ്മാനം വാങ്ങി. മിനയും വാഗനറും എന്ന് പഠിച്ചു നോക്കാം. എർത്താണ് മീന്. മീന എവിടെയാണ്? എർത്തിലാണ് കേട്ടോ. മാറിപ്പോകരുത്, 3-4 വരുന്ന സമയത്ത് കൺഫ്യൂഷൻ വരും, മാറിപ്പോകരുത്. യെസ്, മിന വാഗനർ എന്ന് പഠിച്ചു നോക്കാം. 22, 21, 23 ഇപ്പൊ കൊടുക്കുന്നുണ്ടാവുമായിരിക്കും കേട്ടോ. യെസ്, കറണ്ട് അഫെയർ ഈ കോഴ്സ് LDC പരീക്ഷയ്ക്കുള്ള അവസാനത്തെ കോഴ്സായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. നമുക്കിതാ നമ്മൾ ബജറ്റ് പഠിച്ചു.
കേന്ദ്ര ബജറ്റ് പഠിച്ചു നമ്മൾ അല്ലെ. യെസ്, നിർമ്മല സീതാരാമന്റെ ബജറ്റും അതിലെ കാര്യങ്ങളും പഠിച്ചു. ഇതാ 24 കഴിഞ്ഞ ദിവസം വന്നു, നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. നമ്മളത് ഫെബ്രുവരി 7 ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ അടുത്ത പിന്നെ ഈ മാസം തന്നെ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ എടുക്കും കേട്ടോ. അപ്പൊ ഇതിങ്ങനെ അറ്റമില്ലാതെ നിങ്ങളുടെ ജോലി കിട്ടുന്ന അന്ന് രാവിലെ കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ അന്ന് വരെ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് ഉണ്ടാവും, നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവും, കോഴ്സുകളെ മാറുള്ളൂ കേട്ടോ. യെസ്, അപ്പോ മിസ് എർത്തെ മിന സൗചോ മിസ് എർത്തെ 2021 ഡെസ്റ്റിനി വാഗ്നർ എന്ന പോയിന്റും ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. ഇനി മിസ്സിസ് വേൾഡ് തീരുന്നില്ലല്ലോ എന്നാണോ വിചാരിക്കുന്നത്? മിസ്സിസ് വേൾഡും കൂടി ഉള്ളൂ കേട്ടോ. മിസ് കഴിഞ്ഞു, മിസ്സിസ് ആയി. ഓക്കെ, 2022 വിജയിച്ചത് ഇന്ത്യക്കാരി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. മിസ്സിസ് വേൾഡ് സർഗം കൗശൽ. 21 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യക്കാരി മിസ്സിസ് വേൾഡ് കിരീടം നേടുന്നത്. അതിഥി ഗോവിദ്കർ ആണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ മിസ്സിസ് വേൾഡ് 2001 കേട്ടോ. അതിഥി ഗോവിദ്കർ ആണ് ആദ്യമായിട്ട് മിസ്സിസ് വേൾഡ് ഇന്ത്യക്ക് കിട്ടിയിരുന്നത്. ഇപ്പൊ 21 വർഷത്തിന് ശേഷം കിട്ടി. സർഗം കൗശൽ എന്ന് നോട്ട് ചെയ്തു. മിസ്സിസ് വേൾഡ് കേട്ടോ, മിസ്സിസ് വേൾഡ് സർഗം കൗശൽ. മിസ്സിസ് വേൾഡോ എന്നാ പിന്നൊന്ന് നോക്കണല്ലോ എന്നാണോ? മിസ്സിസ് വേൾഡ് ആയിട്ട് കിട്ടിയത് സർഗം കൗശലിനാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്തു കേട്ടോ. മിസ്സിസ് വേൾഡ് സർഗം കൗശൽ എന്നും പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്കിയേ. മിസ് യൂണിവേഴ്സ് ആരായിരുന്നു? നമ്മൾ പഠിച്ചത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. പാലാക്കാരിയായിരുന്നു അല്ലെ മിസ് യൂണിവേഴ്സ്. ഓക്കെ, പാല നിക്കരാഗ്വയെ എന്ന് ഓർത്തു വെക്കാം. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് പ്രതിനിധീകരിച്ചത് ആരായിരുന്നു? ശ്വേത ശർദ. പാകിസ്ഥാൻ ആരായിരുന്നു? എറിക്. നമ്മൾ പഠിച്ചു. ഇനി മിസ് യൂണിവേഴ്സ് ആയിട്ട് എത്ര പേർക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്? എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അവസാനമായി കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 2021 ഹർനാസ് കൗർ സന്ധു എന്നും നോട്ട് ചെയ്ത് വെക്കാം. ഹർനാസ് സന്ധു എന്നും നോട്ട് ചെയ്തു അല്ലെ. ഇനി മിസ് വേൾഡ് ആണെങ്കിൽ 2021 കൊടുത്തിട്ടുള്ളൂ. ലോക സുന്ദരി പട്ടം കിട്ടിയപ്പോ കരോലിന ബിലാവ്സ്ക. കരച്ചിലോട് കരച്ചില അല്ലെ, കരോലിന ബിലാവ്സ്ക എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ഓർത്തു വെക്കാം. ഇനി പിന്നെ നമ്മൾ പഠിച്ചത് മിസ് എർത്ത് ആണ് അല്ലെ. എർത്തെ മീനും വാഗനറും മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ബാക്കി ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. മിനയും വാഗനറും കേട്ടോ. ഇനി മിസ് വേൾഡ്, മിസ്സിസ് വേൾഡ് 2022 ആണെങ്കിൽ സർഗം കൗശൽ എന്നും പഠിച്ചു വെക്കാം. 21 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്കാരി ഒരു മിസ്സിസ് വേൾഡ് കിരീടം നേടുന്നത് എന്നും ഓർത്തു വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഖേലോ പാരാ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടോ? അത് കുരുവിയാണെന്ന് കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചീറ്റയാണെന്ന് കിട്ടുന്നുണ്ടോ? അടുത്ത കൊല്ലത്തെ യൂത്ത് ഗെയിംസ് എവിടെയാ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതെ തമിഴ്നാട്ടിലാണ്. വീരമങ്കയാണ് അതിന്റെ ഭാഗ്യചിഹ്നം എന്ന് കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി ഈ വർഷത്തെ 2023 യൂണിവേഴ്സിറ്റി ഗെയിംസ് വിജയിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ നടന്നു. ആരാ വിജയിച്ചത്? യെസ്, പഞ്ചാബ് യൂണിവേഴ്സിറ്റി ആണെന്ന് കിട്ടുന്നുണ്ടോ? യെസ്, കിട്ടണം കേട്ടോ. പിന്നെ ഈ പറയുന്ന സുന്ദരിമാരെയും ഓർത്ത് വെക്കണം. ഓക്കെ.